പാലക്കാട് പോത്തുണ്ടി സജിത കൊലക്കേസിൽ പ്രതി ചെന്താമരയെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കില്ല. വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് ഹാജരാക്കുക. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകുമെന്ന പ്രതീക്ഷയിലാണ് സജിതയുടെ മക്കളും നാട്ടുകാരും. കേസിൽ ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് സംശയമുണ്ട്. കാരണം ഇന്ന് സെന്റൻസ് ഹിയറിംഗ് ആണെന്ന് അറിയുന്നു. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. ഇക്ബാൽ ഇറക്കലുണ്ട്. ഇക്ബാൽ, ഇന്നിപ്പോൾ സെന്റൻസ് ഹിയറിംഗ് ആണ്, അതായത് എന്ത് ശിക്ഷ കൊടുക്കണം എന്ന കാര്യത്തിലുള്ള ഒരു ഹിയറിംഗ് ആണോ ഇന്ന് നടക്കാൻ സാധ്യതയുള്ളത്? അങ്ങനെ വന്നാൽ ഒരു പക്ഷേ ഇന്ന് വിധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത കാണുന്നില്ലേ? ഒരു പക്ഷേ നാളത്തേക്ക് മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ടോ ഇക്ബാൽ? അരുൺകുമാർ, ഈ സജിത കൊലക്കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയത്. ഇതിനുശേഷം പിന്നീട് ശിക്ഷാവിധിക്ക് വേണ്ടി ഈ കേസ് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് എന്തായാലും കോടതി നടപടികൾ ആരംഭിക്കുന്ന ആദ്യഘട്ടത്തിൽ ഉണ്ടാവാൻ പോകുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് ഭാഗത്തിന്, അതായത് പ്രതിഭാഗത്തിനെയും പ്രോസിക്യൂഷനെയും വാദങ്ങളായിരിക്കും ആദ്യഘട്ടത്തിൽ നടക്കുക. അതിനുശേഷം മാത്രമായിരിക്കും ഈ ശിക്ഷാവിധിയിലേക്ക് കടക്കുക. ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ പ്രകാരം എന്തായാലും ഇന്ന് ഒരു പക്ഷേ ഈ ശിക്ഷാവിധി ഉണ്ടായേക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ചെന്താമരെ ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാക്കാനുള്ള സാധ്യതയുമില്ല. വീഡിയോ കോൺഫറൻസിംഗ് വഴിയായിരിക്കും ഈ പ്രതിയായിട്ടുള്ള ചെന്താമരയെ ഹാജരാക്കുക. നേരിട്ട് കോടതിയിലേക്ക് ചെന്താമരയെ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും ലഭ്യമാവുന്ന വിവരം എന്ന് പറയുന്നത്. രാവിലെ 11 മണിക്ക് തന്നെ ഈ കേസ് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിഭാഗവും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും എന്ത് ശിക്ഷ നൽകണമെന്നുമായി ബന്ധപ്പെട്ടുള്ള വാദം കോടതിയിൽ നടക്കും. പരമാവധി ശിക്ഷ തന്നെ പ്രതിയായിട്ടുള്ള ചെന്താമരയ്ക്ക് നൽകണമെന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം എന്ന് പറയുന്നത്. കാരണം ഒരു കുടുംബത്തിലെ 3 പേരെയാണ് ചെന്താമര കൊലപ്പെടുത്തിയത്. ആ കുടുംബത്തിലെ അവശേഷിക്കുന്ന സജിതയുടെയും സുധാകരന്റെയും മക്കൾക്ക് വലിയ രീതിയിലുള്ള ഭീഷണി ചെന്താമരയിൽ നിന്ന് ഉണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളും ആ കുടുംബം കോടതിയെ അറിയിക്കുകയും ചെയ്തതാണ്. മാത്രമല്ല, പോത്തുണ്ടിയിലെ ജനങ്ങളും വലിയ രീതിയിലുള്ള ആശങ്കയിലും ഭീതിയിലുമാണ്. പല ആളുകളും ഈ കേസിൽ സാക്ഷ്യപ്പെട്ടുള്ള പുഷ്പ ഉൾപ്പെടെയുള്ള ആളുകൾ ചെന്താമരയെ ഭയന്ന് ആ പോത്തുണ്ടിയിലെ ബോയ് നഗറിൽ നിന്ന് മാറി താമസിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകണമെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കോടതിയെ നൽകിയത്. പാലക്കാട് നിന്നും ഇന്ന് സെന്റൻസ് ഹിയറിംഗ് ആയിരിക്കും ഉണ്ടാവുക. ഒരു പക്ഷേ ഇന്ന് വിധി വരുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കാം. എന്തായാലും ഓൺലൈനായിട്ടായിരിക്കും ചെന്താമരയെ ഹാജരാക്കുക എന്നാണ് ഇക്ബാൽ ഇറക്കൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കൊടും ക്രൂരനാണ് കേട്ടോ. ഒന്നല്ല, 3 കൊലപാതകങ്ങൾ ചെയ്തു. അതും നാട്ടുകാരുടെയും മക്കളുടെയൊക്കെ മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ ആളാണ്. ഇനി പുറത്തിറങ്ങിയാൽ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. അത് കോടതി ശ്രദ്ധിക്കും, പരിഗണിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാന സാക്ഷി പോലും ഇങ്ങനെയൊക്കെ പേടിച്ച് ഒരുപക്ഷെ പുറത്തിറങ്ങിയാലോ എന്ന് കരുതി സ്ഥലം വിട്ടു, സംസ്ഥാനം വിട്ടു എന്നാണ് അറിയുന്നത്. എന്തായാലും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ശിക്ഷ അയാൾക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.